നമസ്കാരം. ഞാൻ ഡോക്ടർ സോഫിയ സലീം, പട്ടം SUT ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ്. ഇന്ന് നവംബർ 20 വേൾഡ് COPD ഡേ. COPD എന്ന അസുഖത്തെപ്പറ്റി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. COPD എന്നാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് എന്ന അസുഖത്തിൻ്റെ ചുരുക്കപ്പേരാണ്. ക്രോണിക് എന്നാൽ ദീർഘകാലമായുള്ളത്, ഒബ്സ്ട്രക്റ്റീവ് എന്നാൽ തടസ്സമുണ്ടാക്കുന്നത്, പൾമനറി ഡിസീസ് എന്നാൽ ശ്വാസകോശ രോഗം. അപ്പം തടസ്സമുണ്ടാക്കുന്ന ഒരു ശ്വാസകോശ രോഗമാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് അഥവാ COPD. WHO കണക്കനുസരിച്ച് മരണകാരണമായേക്കാവുന്ന അസുഖങ്ങളിൽ 3-ാം സ്ഥാനത്താണ് COPD. ഈ COPDയുടെ രോഗകാരണം ഡെവലപ്പ് കൺട്രീസിൽ പുകവലിയും ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ ഹൗസ് ഹോൾഡ് സ്മോക്കും എയർ പൊല്യൂഷനുമാണ്. COPD ശ്വാസകോശത്തെയും ശ്വാസനാളികളെയും ബാധിക്കുന്ന രോഗമായതിനാൽ അതിൻ്റെ പ്രധാന രോഗലക്ഷണം ശ്വാസതടസ്സവും നിർത്താതെയുള്ള ചുമയുമാണ്. അസുഖം മൂർച്ഛിക്കുന്നതനുസരിച്ച് ശരീരത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറയുകയും അത് മരണത്തിലേക്ക് നയിക്കുവാനും ഒരു കാരണമായേക്കാം. മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ഈ അസുഖം പുരോഗമിക്കും മുമ്പ് രോഗം നിർണ്ണയിക്കേണ്ടത് അനിവാര്യമാണ്. ഈ ആശയം മുന്നിൽ കണ്ടുകൊണ്ടാണ് COPD ഡേയുടെ തീം നോ യുവർ ലങ് ഫംഗ്ഷൻ എന്ന് ആക്കിയിരിക്കുന്നത്. നോ യുവർ ലങ് ഫംഗ്ഷൻ എന്നാൽ രോഗം നിർണ്ണയിക്കുന്ന ടെസ്റ്റുകളെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായത് ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് അഥവാ സ്പൈറോമെട്രിയാണ്. ഇത് വളരെ ലളിതമായ ഒരു ടെസ്റ്റാണ്. ഈ പരിശോധന ശ്വാസകോശങ്ങളുടെയും ശ്വാസനാളങ്ങളുടെയും കാര്യക്ഷമത മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഇതുവഴി നമ്മൾക്ക് ഒരാളുടെ ജനറൽ ഹെൽത്ത് അസസ് ചെയ്യാനും സാധിക്കും. PFT എന്ന ടെസ്റ്റ് COPD ഡയഗ്നോസിസിന് മാത്രമല്ല മറ്റ് അനുബന്ധ ശ്വാസകോശ രോഗങ്ങൾ നിർണ്ണയിക്കാനും സഹായകരമാകും. അതുകൊണ്ട് എന്തെങ്കിലും രോഗലക്ഷണമുള്ളവർ തീർച്ചയായിട്ടും ഒരു PFT ടെസ്റ്റിന് വിധേയരാകേണ്ടതാണ്. ഒരു രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലാത്തവരും ഈ ടെസ്റ്റ് അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ടതാണ്. ഈ ടെസ്റ്റിനെ പറ്റിയോ COPD എന്ന അസുഖത്തിനെ പറ്റിയോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഒരു പൾമനോളജിസ്റ്റിനെ സമീപിക്കേണ്ടതാണ്. നമസ്കാരം.